ഹലോ, അമ്മയുടെ വീഡിയോയിലേക്ക് മക്കൾക്ക് സ്വാഗതം. രാവിലെ കൊച്ചുമകളെ സ്കൂൾ ബസ്സിൽ കയറ്റി വിടാൻ അമ്മയും കൂടി പോവുകയാണ്. ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മുന്നോട്ട് പോവുകയാണ്. നന്നായിട്ട് പഠിക്കണമെന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. എല്ലാം മോളിൽ കേട്ട് മുന്നോട്ട് നടക്കുകയാണ്. കുഞ്ഞ് വേഗം അങ്ങ് കയറി പോവുകയാണ്. എനിക്ക് ഈ റോഡ് അല്പം കയറ്റമായതുകൊണ്ട് ഞാൻ പയ്യെ വരികയാണ്. അതിനിടയ്ക്ക് എന്നോട് പറയുന്നുണ്ട്, വേഗം വാ അമ്മച്ചി, സ്കൂൾ ബസ് പോയി കഴിഞ്ഞാൽ പിന്നെ സ്കൂളിലെത്താൻ ഭയങ്കര പാടാണ്. ഇവിടെ നിന്ന് ഒരുപാട് അകലെയാണ് അവളുടെ സ്കൂള്. എനിക്ക് വയ്യ കയറാൻ. എന്നിട്ടും അതിനെ സ്കൂളിൽ വിടാനുള്ള തിരക്ക് കൊണ്ട് ഞാൻ അങ്ങ് കയറിപ്പോവുക. കുഞ്ഞങ്ങ് കയറിപ്പോയി. ഞാൻ പയ്യെ പുറകെ കയറി വരികയാണ്. കയറ്റം കയറി വരാൻ എനിക്കല്പം ബുദ്ധിമുട്ടുണ്ട്. ഇത് ഇച്ചിരി കയറ്റമാണ്, അതുകൊണ്ട് ഞാൻ പയ്യെ കയറി വരികയാണ്. ഞാൻ അതിനിടയ്ക്ക് പറയുന്നുണ്ട്, ക്രോസ് ചെയ്യല്ല അമ്മച്ചി, വന്നിട്ടേ ക്രോസ് ചെയ്യാവുള്ളൂ. വഴിയിൽ ഭയങ്കര തിരക്കുള്ള വഴിയാണ്. ഈ സമയം ജോലിക്കാരും സ്കൂൾ കുട്ടികളും ഒക്കെ പോകുന്ന സമയമല്ലേ. വണ്ടികൾ അങ്ങനെ വേഗം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കടന്നു പോകും. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും പെട്ടെന്ന് ക്രോസ് കടന്ന് മുന്നോട്ട് നടക്കുക. ബസ് വരുമെന്നുള്ള ഒരു ഭയം കൊണ്ട് ഞാനും മുന്നിൽ വേഗം അങ്ങ് നടക്കുക. ഞങ്ങൾ സ്കൂൾ തുറക്കുന്നതിന് മുന്നേ തന്നെ അവൾക്ക് വേണ്ടുന്ന ബുക്കും പുസ്തകവും എല്ലാം ചെന്ന് വാങ്ങിച്ചതാണ്. പക്ഷേ സ്കൂളിൽ ഒരു ദിവസം പോയിട്ട് വന്നിട്ട് പറഞ്ഞ്, എനിക്ക് 2-3 ബുക്ക് കൂടെ വേണം. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ വേഗം നടക്കുക, സ്കൂൾ ബസ് നിർത്തുന്ന ആ ജംഗ്ഷനിൽ തന്നെ ഒരു കടയുണ്ട്, അവിടെ നിന്ന് 2-3 ബുക്ക് വാങ്ങിക്കാമെന്നും പറഞ്ഞ് ഞാൻ കുഞ്ഞിനെ വേഗം മുന്നോട്ട് പറഞ്ഞു വിട്ടു. അവൾ ഓടി ആ കടയിൽ ചെന്ന് കയറി 1-2 ബുക്കുകളൊക്കെ എടുത്ത് നോക്കി. ഒരുമാതിരിയൊക്കെ കൊള്ളാവുന്നത് നോക്കി വാങ്ങി. ഒരു കുഞ്ഞു കടയാണ്, വലിയ സെലക്ഷനൊന്നുമില്ല. എന്നാലും തൽക്കാലം എഴുതാമല്ലോ, 2-3 വാങ്ങിക്കാൻ ഞാൻ പറഞ്ഞു. അങ്ങനെ കുഞ്ഞ് 2-3 നോക്കി പെറുക്കി എടുത്ത് ഞങ്ങളാ പൈസയും ഒക്കെ കൊടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി ആ വെളിയിലോട്ട് മാറി നിൽക്കുക. സ്കൂൾ ബസ് നിർത്തുന്ന ആ ജംഗ്ഷനിൽ അങ്ങനെ ബസ് കാത്ത് നിൽക്കുകയാണ്. കൂടെ പഠിക്കുന്ന കുട്ടികളൊക്കെ അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. അവരെയൊക്കെ നോക്കി ചിരിക്കുന്നുണ്ട് അവൾ. ഞാൻ പറഞ്ഞു, എന്നാൽ അവിടെ കൂടെ പോയി നിന്നോളാൻ പറഞ്ഞു. വേണ്ട അമ്മച്ചി, ഇവിടെ തന്നെ നിൽക്കുകയല്ലേ, ഞാനിവിടെ തന്നെ നിൽക്കാമെന്നും പറഞ്ഞ് എൻ്റെ അടുത്ത് തന്നെ വട്ടം വെച്ച് നിൽക്കുകയാണ്. ഒരുപാട് സ്കൂൾ ബസ്സുകളും വണ്ടികളും ഒക്കെ അങ്ങനെ കടന്നു പോകുന്നുണ്ട്. 9 മണിയോളം ആകും ബസ് വരാൻ. പിന്നെ ബുക്കുകളൊക്കെ വാങ്ങിക്കണമെന്ന് പറഞ്ഞ കാരണം അല്പം നേരത്തെ ഇറങ്ങിയതാണ്. കാത്തു നിൽക്കുകയാണ്. കൂട്ടുകാരും അപ്പുറം നിൽക്കുന്നത് കൊണ്ട് അവൾക്കൊരു സമാധാനമുണ്ട്. സ്കൂൾ ബസ്സൊക്കെ അങ്ങനെ വരുന്നു. ഇവരുടെ വണ്ടി വരുമ്പോൾ 9 മണിയാകും. ഞാനും പിന്നെ അങ്ങനെ കാത്തു നിന്ന് വരട്ടെ. കുഞ്ഞിനെ സ്കൂൾ ബസ്സിൽ കയറ്റി വിട്ടതിന് ശേഷം ഞാൻ തിരിച്ചു പോരുകയാണ്. എനിക്ക് പേടിയാണ് സത്യം പറഞ്ഞാൽ. ഈ വഴിയൊക്കെ നമ്മൾ നടക്കുന്നത് പോലും കൂടെ പുല്ലിനകത്തൂടെയായിരുന്നു. അതുപോലെ വഴികളിലെല്ലാം പുല്ലായിരുന്നു. ഞാൻ റോഡ് ക്രോസ് കടന്ന് ഇങ്ങ് പോരുകയാണ്. അപ്പോൾ ആ തൊട്ട് മുകളിൽ കാണുന്നൊരു അംഗൻവാടിയാണ്. അവിടെ 2-3 അമ്മമാരും കുഞ്ഞുങ്ങളുമൊക്കെ നിൽക്കുന്നുണ്ട്. കരച്ചിലും പറച്ചിലും ഒക്കെ കേൾക്കാം. ഇപ്പോൾ ഉള്ള കുഞ്ഞുങ്ങളൊക്കെ നേഴ്സറിയിലോ അംഗൻവാടിയിലോ ഒക്കെ വിടുമ്പം കരച്ചില്ല. കാരണം ഓരോ വീട്ടിൽ 1-2 കുഞ്ഞുങ്ങളൊക്കെ ഉള്ളൂ. അവരെയൊക്കെ ലാളിച്ച് വളർത്തുന്നു. എൻ്റെയൊക്കെ കാലത്ത് നേരെ 1-ാം ക്ലാസ്സിൽ കരയാനും പറ്റത്തില്ല, വിഴിയാനും പറ്റത്തില്ല. വീട്ടിൽ 5-6 കുഞ്ഞുങ്ങളൊക്കെ കാണും. അന്നുള്ള വീടുകളിൽ കുഞ്ഞുങ്ങൾക്ക് എണ്ണം കൂടുതലാണ്. ഇന്നുള്ള വീടുകളിലൊക്കെ 1-2 കുഞ്ഞുങ്ങളാകുമ്പോൾ അവരെ താലോലിക്കുന്നതനുസരിച്ച് അവർക്ക് സ്കൂളിൽ പോകാനൊക്കെ മടിയാണ്. അങ്ങനെ ആ പഴയ കാലങ്ങളൊക്കെ ഓർത്ത് ഞാൻ നടന്ന് വീട്ടിലേക്ക് എത്താറായി. ഇവിടെ അടുക്കുമ്പം ഇച്ചിരി സൂക്ഷിക്കണം. റോഡിലെല്ലാം അപ്പടി ചെളിയാണ്. സൂക്ഷിച്ച് നടന്നാണ് ഞാൻ വരുന്നത്. കാരണം ഒന്ന് വീണു പോയാൽ, ഈ പ്രായത്തിലൊക്കെ വീഴുക എന്ന് പറഞ്ഞാൽ പിന്നെ ഒന്ന് എഴുന്നേൽക്കണമെങ്കിൽ തമ്പുരാൻ്റെ കൃപ വേണം. സൂക്ഷിച്ച് വന്നു കേട്ടോ. വീടിൻ്റെ മുന്നിലേക്ക് വന്നു. വീടിനുള്ളിലേക്ക് കയറി. എനിക്ക് രാവിലെ തന്നെ ഭക്ഷണം കഴിച്ചാണ് ശീലം. എനിക്കത് എൻ്റെ ചെറുപ്പത്തിലുള്ള ഫുഡുകളോടൊക്കെയാണ് എനിക്ക് താല്പര്യം. ഇപ്പം ദേ ഈ കാണുന്നത് ഉണക്ക കപ്പയാണ്. തലേ ദിവസം ഞാൻ വെള്ളത്തിലിട്ട് കുതിപ്പിച്ചേച്ചും രാവിലെ ഞാനത് തിളപ്പിച്ച് നന്നായിട്ട് വേവിച്ച് അതിൽ നിന്ന് അല്പം കോരി ഒരു പാത്രത്തിൽ അല്പം ഉപ്പും തളിച്ച് ഞാൻ അടുപ്പത്ത് വെച്ചിരിക്കുക ആവി കയറാനായിട്ട്. അതിനകത്ത് യാതൊരു അരപ്പുകളോ കാര്യങ്ങളോ ഒന്നും ഇട്ടിട്ടില്ല. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഇങ്ങനെയാണ്. കപ്പ, ചേന, കാച്ചിൽ ഇങ്ങനെയുള്ളതൊക്കെ കണ്ടിച്ച് പുഴുങ്ങി അല്പം കാന്താരി പൊട്ടിച്ചതോ പച്ചമുളക് ഇടിച്ചതോ ചുമന്ന മുളക് ചാലിച്ചോ ഒക്കെ കഴിക്കുക. അന്നൊക്കെ അതാണ് ഞങ്ങളുടെയൊക്കെ ഭക്ഷണം.
ഇന്നുള്ള കുഞ്ഞുങ്ങൾക്ക് എന്തെല്ലാം രീതിയിൽ ഏതെല്ലാം രീതിയിലാണ് വിപണിയിൽ ഭക്ഷണ സാധനങ്ങൾ. ഞങ്ങളുടെയൊക്കെ കുഞ്ഞിലെ ഈ നടുതലകളൊക്കെയാണ് കൂടുതലും. അതൊക്കെ എൻ്റെ വല്യച്ഛൻ്റെ കാലത്ത് കപ്പ, ചേന, കാച്ചിൽ ഇങ്ങനെയുള്ളതൊക്കെ നട്ടും ഞങ്ങളെ കഴിപ്പിച്ചു. ഞങ്ങൾക്കതിനോടാണ് ശീലം. എൻ്റെ ഈ പ്രായത്തിലും എനിക്കിതാണ് ഇഷ്ടം. അല്പം മുളകും അല്പം സവോളയും കട്ട് ചെയ്ത് അതിൽ കൂടെ ഇച്ചിരി ഉപ്പും ചേർത്ത് ഇച്ചിരി വാളംപുളിയും ചേർത്ത് ഇളക്കി ഇച്ചിരി എണ്ണയും ചേർത്ത് ഇളക്കിയാൽ എന്ത് സ്വാദാണെന്നോ അത്. ഇങ്ങനെ മുളക് ചാലിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമാണ്. മോളിവിടെ വഴക്കാണ്. അമ്മച്ചി ഈ മുളകെല്ലാം തിന്ന് വയറിനകത്ത് അസുഖം വരും. എന്നാലും എനിക്കതൊക്കെയാണ് ഇഷ്ടം. ഞാൻ അങ്ങനെയൊക്കെയാണ് കൂടുതൽ കഴിക്കാറ്. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് വലിയ ഒരു ആർഭാടമൊന്നുമില്ല. ചെറിയ രീതിയിൽ ഇച്ചിരി കുത്തരി ഇട്ട് കഞ്ഞി വയ്ക്കുക, അത് കഞ്ഞിയായിട്ട് കുടിക്കുക, ഇതുപോലെയുള്ള കപ്പകൾ കഴിക്കുക, ഇതൊക്കെയാണ് എനിക്കിഷ്ടം. ഇപ്പോൾ പിന്നെ ചക്കയൊക്കെ ഉള്ള സമയമായ കാരണം വല്ലപ്പോഴും ഒരു ചക്കയൊക്കെ അരിഞ്ഞ് പുഴുങ്ങി കഴിക്കുക. മീനുകളൊന്നും അങ്ങനെ കൂടുതൽ ഉപയോഗിക്കാറില്ല. ഇപ്പം അത് ഒട്ടും ഉപയോഗിക്കാൻ മേലെന്നും പറയുന്നത് കൊണ്ട് ഇപ്പം മീനൊന്നും വാങ്ങിക്കാറില്ല. ഇതുപോലെയുള്ള ലഘു കറികളൊക്കെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. കുഞ്ഞുങ്ങൾ വല്ല ചിക്കനൊക്കെ വാങ്ങിച്ച് കഴിക്കും. ഞാൻ ഈ വകയൊന്നും കൂട്ടത്തില്ല. ബീഫോ ചിക്കനോ ഒന്നും കഴിക്കില്ല. എനിക്കെന്തെങ്കിലും ഇച്ചിരി തോരൻ വെച്ചതോ ഇച്ചിരി കഞ്ഞിയോ ഇച്ചിരി കപ്പയോ ഒക്കെ മതി. അങ്ങനെ ആണ് എൻ്റെ ഭക്ഷണ രീതി. രാവിലെ ആണെങ്കിലും ഉച്ചയ്ക്കാണെങ്കിലും വൈകിട്ടാണെങ്കിലും ഇങ്ങനെയുള്ള ഭക്ഷണത്തിനോട് എനിക്ക് താല്പര്യം. അതുകൊണ്ടല്ലേ ഞങ്ങളൊക്കെ ഈ പ്രായത്തിൽ ഇങ്ങനെ നടക്കുന്നത്. ഷുഗറില്ല, പ്രഷറില്ല, കൊളസ്ട്രോളില്ല. ഭക്ഷണമൊന്നും വാരി വലിച്ച് എണ്ണ പോലും ഞാൻ അങ്ങനെ ഉപയോഗിക്കാറൊന്നുമില്ല. പിന്നെ ഒരു ശകലമൊക്കെ ഇങ്ങനെ ഇതിനകത്തൊക്കെ തേച്ച് പിടിപ്പിച്ചല്ലേ, എരിവ് കൂടുതലല്ലേ. എന്ത് രുചിയാണെന്നറിയാമോ? മോള് നേരെ എതിരിരുന്ന് നോക്കുക ഞാനിത് വാരി കഴിക്കുന്നത്. അവളോട് ഞാനിങ്ങനെ പറയുന്നുണ്ട്, നല്ലതാ, നീ ഇച്ചിരി കഴിച്ചോ. പക്ഷേ അതൊന്നും കഴിക്കത്തൊന്നുമില്ല. അവൾക്കതൊന്നും കഴിക്കാൻ ഇഷ്ടമാണ്, പക്ഷേ വയറ്റിൽ പിടിക്കില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ആ ഭക്ഷണമൊക്കെ ഞാൻ അങ്ങനെ ആസ്വദിച്ച് കഴിക്കുക. നല്ല ഭക്ഷണമല്ലേ. ഇത് ഇഷ്ടമുള്ളവരുമുണ്ട്, ഇതിഷ്ടമില്ലാത്തവരുമുണ്ട്. എന്നെപ്പോലെ പ്രായമുള്ളവർക്കൊക്കെ അത് ഇഷ്ടമായിരിക്കും. പിന്നെ അല്പം തുണിയൊക്കെ കഴുകി ഉണക്കാനും വിരിക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. അതിലേക്കൊക്കെ അങ്ങ് പോയി. പലയിടത്തായിട്ട് അയ കെട്ടിയിരിക്കുന്നു. ഇവിടെ വലിയ മരങ്ങളൊന്നുമില്ല. അയയൊക്കെ വലിച്ചു കെട്ടാൻ വളരെ പാടാണ്. പിന്നെ അവിടോട്ടും ഇവിടോട്ടുമൊക്കെ വലിച്ചു കെട്ടി നല്ല വെയിലല്ലേ, കുത്തനെ വെയിൽ നേരെ വരികയാണ്. തലയ്ക്ക് മുകളിൽ ഒരു വൃക്ഷം പോലും ഇല്ല. നോക്കിക്കേ, 2-3 വാഴകളൊക്കെ അവിടെയുള്ളൂ. അല്ലാണ്ട് ഇവിടെ ഉണ്ടെന്ന് പറയാനൊന്നുമില്ല. ഇവിടെ ഒരു അടുത്തടുത്തടുത്തിങ്ങനെ വീടുകളാണ്. ഒരു ആണിത് സത്യത്തിൽ. അതിൻ്റെ ഒരു അരികിലുള്ള വീട്ടിലാണ് ഞങ്ങളും താമസിക്കുന്നത്. ഇതിൻ്റെ ചുറ്റും ഇത് കണ്ടോ, ഇങ്ങനെ ചെറിയ ചെറിയ നടുകലകളൊക്കെ ഉണ്ട്. അതുമൊക്കെ ഇടയ്ക്കൊക്കെ ചെന്ന് നോക്കും. അതിനകത്തൊക്കെ വല്ലതും ഉണ്ടോ ആവോ ഒന്നും അറിയില്ല. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഈ തുണികളൊക്കെ ഒന്ന് മറിച്ചും തിരിച്ചും ഇട്ട് ഉണങ്ങിയെടുത്ത് അകത്തേക്ക് കൊണ്ടുപോവുക. ചുറ്റുമൊക്കെ കണ്ടോ, എന്ത് നല്ല അന്തരീക്ഷമാണ്. ഇതൊരു നല്ല സ്ഥലമാണ് കേട്ടോ. കാണാൻ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. ഒരുപാട് അകലെ വരെ നമുക്ക് കാണാം. ഇവിടെ നിന്നാൽ നല്ല തെങ്ങും തോപ്പുകളും നല്ല വൃക്ഷങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ പൊക്കമില്ല, ഇങ്ങനെ വളർന്ന് പൊങ്ങുന്നില്ല. പിന്നെ അതിന് ശേഷം ഞാൻ കയറി വന്നതിന് ശേഷം തയ്ക്കാൻ എനിക്കിഷ്ടമാണ്. ഞാൻ ഇങ്ങനെ ഒത്തിരി നേരത്തെയൊക്കെ ഞാൻ തയ്യൽ പഠിച്ചിട്ടുമുണ്ട്, തയ്ച്ചിട്ടുമുണ്ട്. പിന്നെ ഇപ്പം എൻ്റെ ആവശ്യത്തിന് മാത്രം ഇത് ചുരിദാറാണ് ഞാൻ തയ്ക്കുന്നത്. ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്ന ചുരിദാറാണ്. എനിക്ക് സാരിയാണ് ഇഷ്ടം. പക്ഷേ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയിൽ ഇപ്പോഴത്തെ ഒരു ജീവിത രീതിയിലുമൊക്കെ ഇതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ ഉപയോഗിക്കുന്ന എൻ്റെ ചുരിദാറുകളെല്ലാം ഞാൻ തന്നെ തയ്ക്കും. മോള് വരുന്ന സമയമാകുമ്പം മോളെ കൂട്ടാനായിട്ട് അങ്ങോട്ടൊന്ന് പോവുകയാണ്. തന്നെ വന്നോളും. പക്ഷേ ഭയങ്കര നായശല്യമാണ്. കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ കുരച്ചുകൊണ്ട് പോകും. ഞാൻ അവളെ കൂട്ടാൻ ചെല്ലുമ്പം അവിടെ പുറകെ ഒരു നായ ഓടി വരുന്നു. അവൾ പേടിച്ച് വരികയായിരുന്നു. എന്നെ കണ്ടപ്പം അത് മറ്റൊരു വീടിൻ്റെ വാതിക്കലോട്ട് ഓടിക്കയറി. പക്ഷേ അത് വീണ്ടും ദേ ഇറങ്ങി ഓടി വരുന്നു. കൊച്ചിനെ നോക്കുന്നുണ്ടോയെന്ന് എനിക്കൊരു സംശയം. അവൾ പേടിച്ചാ ഞാനങ്ങ് ചെന്നപ്പം വന്നത്. എന്നിട്ടും അത് പോകുന്നില്ല. നോക്കിക്കേ, അത് ഞങ്ങളുടെ മുന്നിലോട്ട് ഓടി വരികയാണ്. പിന്നെ ഞാൻ കുഞ്ഞിനൊരു കല്ലെടുത്തപ്പം അത് തിരിഞ്ഞോടിപ്പോയി. അവളോട് ഞാൻ പറഞ്ഞു, മോനെ അങ്ങനെയൊക്കെ വരുമ്പോൾ മോൻ ഒരു പടിയൊക്കെ ആണെങ്കിലും എടുത്ത് കൈ പിടിച്ചു, പേടിക്കണ്ട കേട്ടോ.
അതൊന്നും ഒന്നും ചെയ്യില്ല എന്ന് പറയും. പക്ഷേ കുഞ്ഞുങ്ങളല്ലേ, അവർക്ക് പേടിയാണ്. അങ്ങനെ ഇന്നത്തെ ഒരു വൈകുന്നേരവും ഇതുപോലെയൊക്കെ അങ്ങ് അസ്തമിച്ച് പോവുകയാണ്. കുഞ്ഞിനെയും കൂട്ടി ഞാൻ വീട്ടിലേക്ക് പോവുകയാണ്. അവളിതേ നടന്ന് അമ്മച്ചി വയ്യ വരാം, അമ്മച്ചിക്ക് ഇതിലേ വരാൻ പേടി, അതുകൊണ്ട് മോൻ മുന്നോട്ട് നടന്നോളാൻ പറഞ്ഞ് അവളങ്ങ് മുന്നിലേക്ക് കയറിപ്പോയി കേട്ടോ. ഞാൻ പയ്യെ കയറി വരികയാണ്. കുഞ്ഞങ്ങ് കയറിപ്പോയി. ഞാൻ പയ്യെ വരുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാവേ.